ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഷാജിയേട്ടാ ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറിക്കഴിഞ്ഞു എന്ന് പറയുന്ന പോലൊരു ഫീലായിരുന്നു. ഒരു തവണ പൗർട്ടുമി കയറിയപ്പോൾ 2 പഞ്ഞിയും വെച്ചിട്ടാണ് ഞാൻ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഞാൻ കയറിയത്. കാരണം അറിയായിരുന്നു ഒന്ന് പോയാൽ പിന്നെ ശവമായിട്ട് തിരിച്ച് വരുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. നമ്മൾ ഈ പോക്കറ്റിൽ കൈയിട്ട് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കിടക്കിടാ വിറക്കിയായിരിക്കും. പക്ഷേ ആളുകൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നു. അവർ ആറ്റിറ്റ്യൂഡ് കണ്ടോട്ടെ, ഞാനിവിടെ ഇങ്ങനെ താളം പിടിക്കുകയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. ലാലേട്ടൻ ഇറങ്ങുന്ന സമയത്ത് ശ്രീരേഖയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് മൈൻഡ് ഗെയിം വൃത്തിയായിട്ട് കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഉപയോഗിച്ചാലും അത് പ്രശ്നമാണ്, മോശമായിട്ട് ഉപയോഗിച്ചാലും രണ്ടായാലും നമ്മൾ എയറിലാണ്. ശ്രീരേഖ എന്തിനാണ് താക്കോൽ ഒളിപ്പിച്ചത്? അയ്യോ കറക്റ്റാണ്. ഫസ്റ്റ് വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യം തീർന്നു. കാരണം എനിക്ക് അൾഷിമേഴ്സാണ്. മറ്റേ തന്മാത്ര പടത്തിലെ കണ്ട പോലെ പോയി, കംപ്ലീറ്റ് പോയി. തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചറിയില്ല, വീട്ടുകാരെ തിരിച്ചറിയില്ല. അപ്പം ഞാൻ ആ ലെവലിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയാണ് ജാസ്മിൻ കളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈവൻ ഗബ്രി ഔട്ടായതിന് ശേഷമാണെങ്കിലും ഭയങ്കരമായിട്ട് ജാസ്മിൻ ബ്രേക്ക് ഡൗൺ ആയി കരയുകയൊക്കെ ചെയ്തെങ്കിലും പിറ്റേ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ജാസ്മിൻ ഭയങ്കര കൂളായിട്ട് വന്നിട്ടാണ് ആൻസേഴ്സ് തന്നത്. ജിൻഡോ പാടുമ്പോൾ ഞാൻ അറിഞ്ഞിട്ട് ആടുകയാണ് ഈ ജീവിത വേഷം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നില്ല, ഭയങ്കര കാഞ്ഞ ബുദ്ധിയായിട്ടോ ജിൻഡോ എന്ന് പറയും. അർജുൻ എൻ്റെ അടുത്ത് അപ്പം തന്നെ വന്നപ്പോൾ ചോദിച്ചു, ചേച്ചി അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞെങ്കിൽ എത്രയോ പേർക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത് ആളാണ്. എൻ്റെ ചെറുപേരിൽ എനിക്ക് ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി ഐ ക്യാൻ സർവൈവ്. യെസ്, ഞാൻ ബാക്ക്. അപ്പോൾ എനിക്കത് പറയാൻ പറ്റിയില്ല. ശ്രീരേഖയാണ് നമുക്കപ്പോൾ. ഹായ്, നമസ്കാരം. ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന് ഇപ്പോൾ ശരീരം തളർന്നു പോകുന്നൊരവസ്ഥയിൽ നിന്ന് ഇഴഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട്, അതും ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്ന അച്ഛനാണ് സംരക്ഷിച്ചതെന്ന് കേൾക്കുമ്പോൾ ശ്രീരേഖ എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ഒരാൾ ബിഗ് ബോസിൽ ഒരു 63 ദിവസം പൂർത്തിയാക്കിയിട്ട് ദേ വന്നൊക്കെയാണ്. ഭയങ്കര ഒരു ചലഞ്ചാണ്, പക്ഷേ സന്തോഷമുള്ളൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊരു വലിയ ചലഞ്ചായിരുന്നു. പിന്നെ കടന്നു വന്നതിൻ്റെ അത്രയും ചലഞ്ച് അല്ല എന്നുള്ളൊരു തോന്നലാണ് അവിടെ ഇത്രയും ദിവസം നിൽക്കാൻ തന്നെ എന്നെ പ്രേരിപ്പിച്ചത്. അത് തന്നെ വലിയ കാര്യം. അതൊരു ചെറിയ കാര്യമല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിബിനുമായിട്ട് ചേർന്നിട്ട് അവയവദാനത്തെ സംബന്ധിച്ചൊരു സംഗതി ചെയ്തു. ആ സമയത്ത് എനിക്ക് കരച്ചിൽ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അപ്പം ആളുകളൊക്കെ വിചാരിക്കും നമ്മൾ ചില ഘട്ടങ്ങളിൽ, ഇപ്പോൾ സീരിയൽ പോലൊരു പരിപാടിയാണെന്ന് ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോഴും അത് കാണുമ്പോൾ കരച്ചിൽ വരിക എന്ന് പറയുന്നത് ആൾക്കാർക്ക് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കണ്ടപ്പോൾ കരഞ്ഞുപോയി. കാരണം അത് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. എന്താ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ അഭിനയം എന്ന് പറയുന്നത് അഭിനയമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതല്ലേ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും സത്യത്തിൽ. അത് ഞാൻ അഭിനയിക്കാത്തപ്പോഴും അഭിനയമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ബിഗ് ബോസിൽ അത് ചെയ്തിട്ട് വേറൊരു കാര്യം കൂടെ സംഭവിച്ചോട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവയവദാനത്തിൻ്റെ സമ്മതപത്രത്തിൽ ഞങ്ങൾ 9 പേര് ആ ആക്ട് കഴിഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തു. അത് ലാലേട്ടനോട് പിന്നെ പറയുന്നുണ്ടായിരുന്നു തുടരണം എന്ന് പറയുന്നു. പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ആഴ്ച തന്നെ ആ പേപ്പേഴ്സ് നമുക്ക് തന്നിട്ട് താല്പര്യമുള്ളവർക്ക് ഒപ്പിടാം എന്ന് പറഞ്ഞു. 9 പേരാണ് അതിൽ ഞാൻ ഉൾപ്പെടെ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് സാധിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ആ ആക്ട് ചെയ്തതല്ല. ആക്ട് എല്ലാവരും ടാസ്കൊക്കെ ചെയ്തിട്ട് മൈൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് റിഫ്രഷ്മെൻറ്റ്, ഒരു പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ ഒരു സ്കിറ്റോ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സ്കിറ്റായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ കരഞ്ഞു എന്ന് പറഞ്ഞത് അതിൽ കൂടുതലൊരു എനിക്ക് സന്തോഷിക്കാൻ വേറെ ഒന്നും കിട്ടുന്നില്ല. ശരിക്കും ഈ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ ചില പോയിന്റ്സിലായിരിക്കും നമ്മളിത് കണക്ട് ആവുക. ഇത് പുറത്തു നിന്നാണ് ബിഗ് ബോസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെന്ത് ചെയ്യുന്നു, ഇവരെന്തൊക്കെ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഉള്ളിലേക്ക് വലിച്ചിടപ്പെട്ടു. ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ ഈ ബിഗ് ബോസ് ഒന്നും അങ്ങനെ കാണുന്ന ആളല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ ഒരു ആർട്ടിസ്റ്റിന് എൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിടാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇമോഷണലി എന്നെ ഇത് ചെയ്തതെന്ന് വെച്ചാൽ, സിബിൻ വാതിലിൻ്റെ അവിടെ പോയിരുന്നു. ആ സമയം വരെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ വാതിലിൻ്റെ അവിടെ പോയിരുന്നിട്ട് എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പുലമ്പുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയാണെന്ന് തോന്നുന്ന ഒരു സംഭവമില്ലേ, അവിടെ അത് വർക്ക് ചെയ്തു. അപ്പം എനിക്ക് വീണ്ടും സങ്കടം വന്നൊരു ഏരിയ ആയിരുന്നു. അതെ, എന്താ ഇവർ ആരും പോയിട്ട് ഇത് സിബിനോടൊന്നും ആശ്വാസവും പറയുന്നില്ലേ, സിബിൻ ഒറ്റയ്ക്ക് വിട്ടിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായത്. സത്യത്തിൽ സിബിനെ ഒറ്റയ്ക്ക് വിടാൻ സിബിൻ തന്നെ ആവശ്യപ്പെട്ടിട്ട് സിബിൻ അങ്ങനെ മാറിയിരുന്നതാണ്. ഞങ്ങളെല്ലാവരും ചെല്ലുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സിബിൻ എന്നോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
കുറേ നേരം എന്നോട് സംസാരിച്ചു, ചേച്ചി എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു നിൽക്കാൻ പറ്റാത്ത പോലെ, എനിക്കങ്ങനെ കുറച്ച് മൈൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആണ് ചേച്ചി എന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് രാവിലെ ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം സിബിൻ തന്നെ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് സമയം ആവശ്യപ്പെട്ടിട്ട് ബിഗ് ബോസിനെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിച്ചിരുന്നു. സിബിന് ഫ്രീ ആയിട്ട് മാറിയിരിക്കാൻ കുറച്ച് ടൈം കൊടുക്കണം, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ, ആരും ചെന്ന് ശല്യം ചെയ്യരുത് എന്നൊരു അങ്ങനെ ഒരു പറച്ചിൽ അവിടെ ഉണ്ടായതിന് ശേഷമാണ് ആരും പോവാതിരുന്നത്. അപ്പോൾ അത് സിബിൻ ആവശ്യപ്പെട്ട് വാങ്ങിയൊരു ഏകാന്തത തന്നെയായിരുന്നു അവിടെ. പിന്നെ പക്ഷേ സിബിൻ ആ സമയത്ത് ഒരു റീതിങ്ക്, തിരിച്ചു വരാൻ പറ്റുമോ, മൈൻഡിനെ ഒന്ന് സ്റ്റേബിളാക്കി പിടിച്ച് നിർത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് സിബിൻ തന്നെ പറഞ്ഞു. പക്ഷെ അത് അവിടെ കഴിഞ്ഞതിന് ശേഷം സിബിൻ പക്ഷെ അത് പറ്റിയില്ല. സിബിൻ ഭയങ്കരമായിട്ട് പിന്നീട് വന്നത് വേറൊരു ഇതായിട്ടാണ്. പക്ഷെ ഞങ്ങളോടൊന്നും പിന്നീട് സംസാരിച്ചില്ല. പിന്നീട് അവിടെ എന്ത് നടന്നു നമുക്കറിയില്ല. സിബിൻ നമ്മളോട് ആരോടും സംസാരിക്കാൻ നിന്നില്ല. ഡയറക്റ്റായിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് കൺഫെഷൻ റൂമിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമായിരുന്നു. ശ്രീരേഖ പുറത്തു വന്നതിന് ശേഷം സിബിന് സംഭവിച്ച കാര്യങ്ങൾ സിബിൻ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നു? ഞാൻ പുറത്ത് വന്നതിന് ശേഷം ഒരു സോഷ്യൽ മീഡിയയിലും കയറിയില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അടിച്ചു പോയി. ഞാൻ അതിനകത്തായിരുന്നപ്പോഴേ അത് പോയായിരുന്നു. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല കേട്ടോ. ഞാൻ ശരിക്കും ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. തിരിച്ച് വന്നിട്ടൊന്നും കണ്ടില്ല. ചെറിയ കുറേ ഷോർട്സ് വീഡിയോയൊക്കെ അതൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി വിശദമായിട്ട് കാണണം, കാരണം ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട് എന്നുള്ളത് പുറത്തെത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവിടെ നിന്ന് എവിക്റ്റായിപ്പോയവർ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ദിവസങ്ങളിലാണ് ഞാൻ മാക്സിമം ഞാനൊന്ന് റിഫ്രഷ് ആവാനായിട്ടാണ് എനിക്ക് ടൈം എടുത്തത്. ഞാനൊന്ന് വന്നിട്ട് ഒന്ന് പിന്നെയും ഒന്ന് പൊരുത്തപ്പെടാൻ, ഈ മൈക്കില്ലാത്ത ജീവിതവുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാം. ക്യാമറ ഇല്ലാത്ത ഇല്ല, ലൈറ്റായിട്ട് മറ്റേ മൈക്കായിരുന്നല്ലോ തൂങ്ങിക്കിടക്കുന്ന, അത് നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്തിടുന്ന ഇതായിരുന്നു. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തപ്പണുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ 2 ദിവസം നമ്മളൊന്ന് സാവകാശം. സിബിനെ കോണ്ടാക്ട് ചെയ്തില്ല. പക്ഷെ സിബിൻ്റെ കുറേ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഇൻ്റർവ്യൂസും ഉണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് പേര് ഷോർട്സൊക്കെ അയച്ചു തന്നു. ഞാൻ കൂടുതലും കണ്ടില്ല ആ സമയം, വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ. ഇനി വേണം എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാനായിട്ട്. കാരണം സിബിൻ അവിടെ വെച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. സിബിൻ ലാസ്റ്റ് സംസാരിച്ച വ്യക്തികളിൽ ഒരാൾ ഞാനാണ്. ഞാൻ തന്നെയാണ് സിബിനോട് പറഞ്ഞത്, സിബിൻ കുറച്ചൊക്കെ ഒന്ന് മാക്സിമം ട്രൈ ചെയ്യുക, കുറച്ചല്ല മാക്സിമം ട്രൈ ചെയ്യുക. കാരണം സിബിൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിബിന് നല്ല വ്യക്തമായിട്ടുള്ളൊരു ധാരണയോടുകൂടി വന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഒരു വൈൽഡ് കാർഡ് എൻട്രിയാണ്. അവിടെ അതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ട്. സോ സിബിന് നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് എന്താണ് പറ്റിയത്, സിബിന് ഇത്രയും ഡൗൺ ആവാൻ എന്താണ് പറ്റിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സിബിനോട് ഉള്ളിലുള്ളവർക്ക് ചോദിക്കാനായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സിബിൻ തന്നെ ഒരു ഹീലിംഗ് ടൈം എടുക്കട്ടെ എന്നുള്ളൊരു സജഷനും ഉണ്ടായിരുന്നു. സിബിൻ്റെ ഭാഗത്ത് തന്നെയാണ് അത് വന്നതും. ഈ സിബിനൊക്കെ വന്നതിന് ശേഷം പൂജ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമ്മളിത് കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് വരുന്നു എന്നൊക്കെ ആൾക്കാർ അഭിപ്രായം പറയുന്ന ഒരു സ്പേസിലേക്ക് വന്നു. പക്ഷെ പെട്ടെന്ന് സിബിൻ ഡൗൺ ആകുമ്പോഴത്തേക്ക് ഷോയെ അത് ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഒരു കരുത്തുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ലേ സിബിൻ? നമ്മൾ ഒന്നാമത് ഷോ മൊത്തത്തിൽ ഒരു സിജോയുടെയും പ്രശ്നങ്ങളും കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കണ്ടസ്റ്റൻസ് പോകുന്നു. പിന്നീട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ എങ്ങനെയാവും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോഴാണ് വൈൽഡ് കാർഡ് എൻട്രീസ് വന്നത്. അവരുടെ 6 പേര് വന്നവരും 6 പേര് മികച്ചവർ തന്നെയായിരുന്നു. അവിടെ ഒന്നുകിൽ അവിടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോയവരെക്കാളും ഒക്കെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ് അവിടെ വന്നിരുന്നത്. അപ്പോൾ സിബിനും പൂജയൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പുറത്തെന്താണ് ഏതാണ് എന്നറിയുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ ഗെയിം എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനും അവിടെ ഉണ്ടായി. പ്രത്യേകിച്ചും സിബിനൊക്കെ നമ്മളോട് തുറന്ന് സംസാരിച്ചിട്ടുള്ള ആളുകളാണ്. സിബിനറിയാം എന്താണ്, സിബിന് മാത്രമല്ല കേട്ടോ, അവിടെ വന്ന എല്ലാവർക്കും അറിയാമായിരുന്നു എങ്ങനെ നിൽക്കണം, ആരെ വേണം പോയിന്റ് ചെയ്യാൻ എന്നൊക്കെ. അവരത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സിബിനും നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഈ ശ്വേതയും നമ്മുടെ സാബുമോനും വരുന്ന സമയത്ത് നിങ്ങളുടെ സെക്യൂരിറ്റി ആയിരുന്ന സമയത്തും ഒരു പെർഫോമൻസിനുള്ളൊരു സ്പേസ് കണ്ടുപിടിച്ചു. അപ്പോൾ ആർട്ടിസ്റ്റ് എപ്പോഴും ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നൊരു വാചകം അത് ശ്രീരേഖ തന്നെ പറയാറുണ്ട്. അപ്പം ആ ഒരു സ്പേസിൽ അങ്ങനെ ഒരു പെർഫോമൻസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയും ഒരു ചെറിയ പെർഫോമൻസ് കണ്ടുപിടിച്ചപ്പോൾ ഉണ്ടല്ലോ നിങ്ങളോടൊരു ബഹുമാനം കൂടിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ എപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ടാണോ നമ്മുടെ ഭാഗത്തു നിന്നൊരു പെർഫോമൻസ് വരുന്നത്? അതുകൊണ്ടല്ല,
എനിക്ക് സ്വയം തോന്നിയിരിക്കുന്നത് ഞാൻ ഒരു ഗെയിമർ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു ബി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ് മാറി മറിയുന്ന ജനറേഷനാണ്. ആളുകൾ പുറത്തിരിക്കുന്ന ആളുകൾക്ക് അന്ന് കളിക്കുന്ന ആൾക്കാരെക്കാളും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്താണ് ഗെയിം എന്നുള്ളത്, എങ്ങനെ ആയിരിക്കണം ഗെയിം എന്നുള്ളത്. ഒരുപക്ഷെ അകത്ത് നിൽക്കുന്നവർ കാണുന്ന ലോകമായിരിക്കില്ല പുറത്ത് നിൽക്കുന്നവർ കാണുന്നത്. നമ്മൾ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് നമ്മളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാനേ, നമ്മളുടെ ഒരു ഭാഗത്തു നിന്ന് റിയാക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഒരുപക്ഷെ മറ്റൊരാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോഴാണ് ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ നമ്മൾ ഡൗൺ ആവുന്നതും അപ്പ് ആവുന്നതും. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ട്രസ്സാണ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റാണ്. എല്ലായിടത്തും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ടിൻ്റ് എപ്പോഴെങ്കിലും വരും. എനിക്ക് സത്യത്തിൽ അവർ തന്നത് ഒരു സെക്യൂരിറ്റിയുടെ വേഷമായിരുന്നു. ആ സെക്യൂരിറ്റിയുടെ വേഷം എനിക്ക് നോർമൽ ഒരു ഗെയിമർ ആണെങ്കിൽ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടാസ്ക് എപ്പോഴും ബിയുടെ ചരിത്രത്തിലൊരു ക്ലാസിക് ഗെയിമാണ്, ക്ലാസിക് ടാസ്ക്കാണ്. മിക്കപ്പോഴും ഒക്കെ 1-2 എപ്പിസോഡുകളിൽ ഇത് വന്നിട്ടുമുണ്ട് ഈ ടാസ്ക്. അവരൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ഈ ടാസ്ക് ഒരുവിധം അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു റോളിനെ, ഞാനൊരു ലേഡിയാണ്, എനിക്ക് എൻ്റെ ലിമിറ്റേഷനിൽ നിന്നൊരു സെക്യൂരിറ്റി ആവുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ അതിനെ എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവന്ന് അതിനെ ആക്കാം എന്ന് ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ തല പുകഞ്ഞ് ചിന്തിച്ചു കേട്ടോ. രാവിലെയാണ് അറിയുന്നത് സെക്യൂരിറ്റി ആണെന്ന്. അപ്പം സെക്യൂരിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു മറ്റേ യൂണിഫോം ഇട്ട് തലയിൽ തൊപ്പിയിട്ടൊരു സെക്യൂരിറ്റി. പക്ഷേ അവർ തന്നത് എല്ലാവർക്കും ഒരേപോലുള്ള യൂണിഫോമാണ്. അവിടെയും അവർ ആ ഒരു സസ്പെൻസ് ഇട്ടു. അതിനെങ്ങനെ ബെറ്റർ ആക്കാമെന്ന് വെച്ചപ്പോഴാണ് ഈ പറയുന്ന പോലെ അതിലെ ക്യാരക്ടറുടെ പേര് ഉത്കണ്ഠാകുലൻ പിള്ള. ഞാൻ തന്നെ ഒരു ഉത്കണ്ഠാകുലൻ പിള്ള എന്നൊരു പേരൊക്കെ ഇട്ടിട്ട് അതിനെ എങ്ങനെയോ ഡെവലപ്പ് ചെയ്തു. ഉത്കണ്ഠാകുലൻ പിള്ളയ്ക്ക് ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്, അത് ആരെ കണ്ടാലും പ്രശ്നമാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് പിന്നെ അതിൻ്റെ ചുവട് പിടിച്ച് പിന്നെ പോകുമായിരുന്നു. ശ്വേത നല്ല അഭിപ്രായം പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. ശ്വേത നല്ല അഭിപ്രായം. ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കാന്ന് പറയുന്നത്. അതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഷാജിയേട്ടാ ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറിക്കഴിഞ്ഞു എന്ന് പറയുന്ന പോലൊരു ഫീലായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് നമ്മളുടെ പ്രസൻസ് നമുക്ക് അവിടെ സ്ഥാപിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. നമ്മളുടേതായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കൊടുക്കുക. ഒരു ഗെയിമിൽ ചിലപ്പോൾ ആരും ഇത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ഗെയിമിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക്കൽ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് അത് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഗെയിം ഒരു പെർഫോമൻസ് തന്നെയാണ്. ഗെയിം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ശ്രീരേഖ പലപ്പോഴും ആ ബിഗ് ബോസിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി നിന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ശരിക്കും ബിഗ് ബോസിനെ പഠിക്കാത്തത് കൊണ്ടാണോ അവരൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള പ്രോബ്ലംസിൽ നിന്ന് ഒഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഏരിയാസിലൂടെ മാത്രം സഞ്ചരിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം എൻ്റെ എൻട്രി കഴിഞ്ഞ് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ 18 കണ്ടസ്റ്റൻസും വ്യക്തമായിട്ട് 100 ഡേയ്സിൽ പ്ലാൻ ചെയ്ത് വന്നവരായിരുന്നു. ആ വന്ന പ്ലാനിങ് ഫസ്റ്റ് ദിവസം തന്നെ പൊളിഞ്ഞത് ഡെന്നെന്നും ടണലെന്നും നെസ്റ്റ് എന്നും പറഞ്ഞ് ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾ കഴിയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പൊളിഞ്ഞു. എങ്ങനെയോ ഞാൻ ഫസ്റ്റ് പവർ ടീമിൽ എൻട്രി ആയി. പവർ എന്ന് പറയുന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ യൂസ് ചെയ്യാം, നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, മിസ്യൂസ് ചെയ്യാനും പറ്റും. അവിടെയായിരുന്നു ബാക്കി ചുറ്റിപ്പറ്റി ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ പവർ ടീമിലുള്ള ആളുകളെ ചുറ്റിപ്പറ്റി. പവർ ടീം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പവർ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു ഇഷ്ടക്കേട് പൊതുവെ നോർമലി വരാം. പവർ ടീമിൽ വന്നു കഴിഞ്ഞാൽ മറ്റ് ടാസ്കുകളിൽ പങ്കെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫൈനൽ ടാസ്കിൽ മാത്രമേ പവർ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പങ്കെടുക്കാൻ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പവർ ടീം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. എനിക്ക് പുറത്തു നിന്ന് മറ്റുള്ള ടാസ്കുകളിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ശ്രീരേഖയും പവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. രതീഷ് ഉണ്ടായിരുന്നു കണ്ടസ്റ്റൻ്റ്, അതുപോലെ തന്നെ ജിൻഡു. ഇവരൊക്കെ ആദ്യമേ ഒന്ന് വാ തുറക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എല്ലാവരും വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ഓടുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ശീലം ഉണ്ടായിരുന്നു. എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റ്, എല്ലാ പാൻറ്റിനും ഞാൻ 2 പോക്കറ്റ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പോക്കറ്റ് കൈയിട്ട് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കിടക്കിടാ വിറക്കിയായിരിക്കും. പക്ഷെ ആളുകൾ കാണുമ്പോഴത്തേക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നു. അവർ ആറ്റിറ്റ്യൂഡ് കണ്ടോട്ടെ, ഞാനിവിടെ ഇങ്ങനെ നിന്ന് താളം പിടിക്കുകയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. പക്ഷേ അങ്ങനെയൊക്കെ നിന്ന് വിരട്ടിയൊക്കെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ പവർ റൂമിൽ നിന്ന് ഓർഡർ കൊടുക്കുമ്പോൾ
സത്യം പറഞ്ഞാൽ ആ ഒരാഴ്ച രതീഷ് ഉണ്ടായിരുന്ന ആ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആൾക്കാരുടെ എല്ലാവരുടെയും സൗണ്ട് അങ്ങ് പോയി കിട്ടി. നമ്മളൊക്കെ ശബ്ദമില്ലായിരുന്നു, സൗണ്ട് വരുന്നില്ലായിരുന്നു. അങ്ങനെ ഇട്ട് ഞങ്ങളെ ഇട്ട് ആളുടെ ശബ്ദം പോയി. ആളിൻ്റെ ശബ്ദം പോയിട്ട് ആളിന് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ തന്നെ. ഉപ്പിട്ട് ചൂടുവെള്ളം കൊണ്ട് നീ ഇത് കുടിക്കുക, ഇനി മേലിൽ നീ ചൂടുവെള്ളം ചോദിക്കരുതെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ടാണ് ഒതുക്കി പിടിച്ചിരുന്നത്. അപ്പം അടുത്ത ആളിറങ്ങും. ശരിക്കും ഒരു സ്കൂളിൽ ഒരു ലീഡർ എങ്ങനെയാണ് പിള്ളേരെ, കുട്ടികളെ, ക്ലാസ്സിലെ ബാക്കിയുള്ള കൂട്ടുകാരെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. ആ ഇടയ്ക്ക് നമുക്ക് മിസ്സായി പോയ കുറേ ടാസ്കുകളുണ്ട്. പവർ ടീമിന് പിന്നെ ഫൈനൽ ടാസ്കേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഡെയിലി ടാസ്കുകൾ, ആ ഡെയിലി ടാസ്കുകളിൽ മിസ്സാക്കാതെ ഇരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന ഒരു പരാതിക്ക് ചിലപ്പോൾ ഇടം കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കും ചിലപ്പോൾ നന്നായിട്ട് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയേനെ. ആദ്യത്തെ ടാസ്കുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടാസ്കുകൾ, നല്ല രസമുള്ള ടാസ്കുകളായിരുന്നു. പക്ഷേ ഇത്തവണ ഈ ഗ്രൂപ്പ് വന്നതുകൊണ്ട് തന്നെ മൈൻഡ് ഗെയിമുകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ പ്രത്യേകമായിട്ട് അത് പറയുകയും ചെയ്തിരുന്നു, ഇത്തവണ മൈൻഡ് ഗെയിമിനായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതൽ. അങ്ങനെയുള്ള ടാസ്കുകളും ഒരുപാടുണ്ടായിരുന്നു നമ്മുടെ മൈൻഡ് ഗെയിമുകൾക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം പവർ ടീമിൽ വന്നതുകൊണ്ട് ഞാൻ ഒതുങ്ങിപ്പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടാസ്കുകളിൽ വേണ്ടത്ര ഇമ്പോർട്ടൻസ് എനിക്ക് കൊടുക്കാനും പറ്റില്ല. അല്ലാതെ ഒതുങ്ങിയത് കൊണ്ടല്ല, ഒരു ആർട്ടിസ്റ്റിക് ടാലൻറ്റ് മാത്രം കാണിക്കേണ്ടി വന്നത് മറ്റ് ഗെയിംസിനെ കുറിച്ചുള്ളൊരു ധാരണയില്ലായ്മയോ ഇല്ലെങ്കിൽ അതിനകത്ത് ഇറങ്ങാനുള്ളൊരു മടിയൊക്കെ അല്ലായിരുന്നു. അല്ല, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള, ഞാൻ സത്യത്തിൽ നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈമാണ് ഇങ്ങനൊരു, എല്ലാവർക്കും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയോ കൊടുക്കുന്നതല്ലാതെയുള്ള കുറച്ച് ദിവസങ്ങൾ, 63 ഡേയ്സാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആ 63 ഡേയ്സ് എനിക്ക് വേണ്ടി മാത്രം ഞാൻ മാറ്റിവെക്കുന്ന ദിവസങ്ങളാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെ ടാസ്കുകൾ ചെയ്യാൻ പറ്റും, എൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, എൻ്റെ പോസിറ്റിവിറ്റീസ് എന്തൊക്കെയാണ്, അത് എനിക്ക് അനലൈസ് ചെയ്യാൻ കിട്ടുന്ന സമയമാണ്. ആ സമയം എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത പോയതിൻ്റെ ഒരു കാരണം, ഞാൻ പവർ ടീമിലേക്ക് ഞാൻ കളിച്ച് കഷ്ടപ്പെട്ട് ജയിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പിസത്തിലൂടെ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് പവർ ടീമിൽ കയറണം അങ്ങനെ പറഞ്ഞ് കിട്ടിയതുമല്ല. വെറുതെ വഴിയിലൂടെ പോയപ്പോൾ പവർ ടീമിൽ കയറിപ്പോ, ഇതായിരുന്നു എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പം ഓരോ തവണ പോകുമ്പോഴും ഇവർ പൂക്കളൊക്കെ ഇട്ട് സ്വീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശ്വര ഞാൻ പെട്ടു കേട്ടോ, ഞാൻ തീരുമാനത്തിലായി. ഒരു തവണ പവർ ടീമിൽ കയറിയപ്പോൾ 2 പഞ്ഞിയും വെച്ചിട്ടാണ് ഞാൻ, മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഞാൻ കയറിയത്. കാരണം അറിയായിരുന്നു ഒന്ന് പോയാൽ പിന്നെ ശവമായിട്ട് തിരിച്ച് വരുള്ളൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ടൻറ് ഉണ്ടാക്കാൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വഴക്കുകൾ ഉണ്ടാകുമ്പോൾ ഇവർ 2 പേര് വഴക്കുകൾ ഉണ്ടാക്കുമ്പോൾ ആ വഴക്ക് എന്തിനാണെന്നും ഏതിനാണെന്നും അറിയാതെ ഞാൻ ഇടപെടാൻ പോയിട്ടില്ല. അതിനൊരറ്റവും അതിനൊരു മധ്യഭാഗവും അതിനൊരു വാൽഭാഗവും ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം കേട്ടിട്ട് ഇടപെട്ടാൽ നമ്മൾ അവിടെ വിട്ടിയാവും. കാര്യം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് എല്ലായിടത്തും കയറി അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന ഒരാളാവും. അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. ജാസ്മിനും റസ്മിനുമായിട്ടുള്ള അവസാനത്തെ ഇഷ്യൂ, ഗ്യാസിൻ്റെ ഇത് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തല്ലെന്ന് പറയാൻ വയ്യ, പക്ഷെ അത് ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിനകത്ത് സംഭവിച്ചത്. ആ സമയത്ത് അതിന് മുമ്പ് എന്തോ ഒരു വിഷയം നടന്നിട്ടാണ് നോറ ഇടപെട്ടു എന്നാണ് ജാസ്മിൻ ആരോപിക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എന്താണ് ശരിക്കും ആ ടോപ്പിക്ക്, എങ്ങനെയാണ് ജാസ്മിൻ ഇത്രയും ട്രിഗർ ചെയ്തതോ ഇല്ലെങ്കിൽ റസ്മിൻ എന്തുകൊണ്ടായിരിക്കും അത്രയും നന്നായിട്ട് റിയാക്ട് ചെയ്തത്? ഇവർ 3 പേരും ഫ്രണ്ട്സ് ആയിരുന്നു. ഈ 3 പേരുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് വന്നത്. അപ്പോൾ അതിൽ റസ്മിൻ എന്ന് പറയുന്ന ഒരാൾ 2 ഫ്രണ്ട്സിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാളായിട്ട് നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇടയിൽ അവിടെ തന്നെ എല്ലാവർക്കും ഇടയിൽ ഒരു സംഭാഷണവും സംസാരമൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഹോട്ടൽ ടാസ്ക് നടക്കുന്ന സമയത്താണ് ഈ ഇഷ്യൂ ആക്ച്വലി പറയുന്നത്. അപ്പോൾ റോബോ പോയി പറയുകയും ചെയ്തു. റോബോ എല്ലാവരോടും കൃത്യമായിട്ട് 3 or 4 തവണ ആ കുട്ടി പോയി പറയുന്നുണ്ടായിരുന്നു, ജാസ്മിൻ പോയി പറയുന്നുണ്ടായിരുന്നു എല്ലാവരും വരിക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ തമ്മിലുണ്ടായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ റസ്മിനും ജാസ്മിനും ഇടയിൽ ഓൾറെഡി വർക്കിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടായിരിക്കാം അവിടെ എന്ത് നടന്നു എന്നല്ല, ഞങ്ങൾ ഈ ഹെൽമെറ്റ് താഴെ വീഴുന്ന, ഈ ഹാറ്റ് താഴെ വീഴുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത്. ആക്ച്വലി ആദ്യമൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ റസ്മിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം എന്നാണ് ഫസ്റ്റ് തോട്ട് പോയത്.
അപ്പോൾ അപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ജാസ്മിനെ ചെന്നു. നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലേ? അല്ല, അങ്ങനെയല്ല. ഇല്ല, അത് പിന്നെ പറയാം. ഇത് അതെ തുറന്ന് അതെ. പറയും. അപ്പോൾ ആ സമയത്ത് കാരണം പുള്ളിക്കാരി തിരിഞ്ഞു നിൽക്കുമായിരുന്നു, റസ്മിൻ തിരിഞ്ഞു നിൽക്കുമായിരുന്നു. ആ റസ്മിനെ ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചു പുള്ളിക്ക് എന്തോ പറ്റി. അപ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നേരെ ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും വന്നിരിക്കുക, നിങ്ങളെല്ലാവരും വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ റസ്മിനെ നോക്കിയപ്പോഴാണ് റസ്മിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കണ്ടത്. അപ്പോഴാണ് സംഭവം ഏകദേശം ഹാറ്റ് താഴെ കിടക്കുന്നു മനസ്സിലായത്. പിന്നീട് ഇവർക്കിടയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മറ്റുള്ള നോറ കണ്ടസ്റ്റൻ്റ് അവർക്കിടയിൽ സംസാരിക്കുകയും അത് വളർത്തുകയൊക്കെ ചെയ്തു എന്നുള്ളത് അറിയുന്നത് പിന്നീടാണ്. പക്ഷെ അത് അപ്പം തന്നെ അവർ സോർട്ട് ഔട്ടും ചെയ്തിരുന്നു. അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ തീർക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനോട്. അത് സംസാരിച്ച് തീർക്ക്, വെറുതെ ഒരു വിഷയം ആക്കണ്ടെന്ന് പറഞ്ഞ് അവർ സോൾവ് ചെയ്യുകയും ചെയ്തു. അത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല, അല്ലാതെ തന്നെ അവർ സോൾവ് ചെയ്തായിരുന്നു. ഈ മൈൻഡ് ഗെയിമിൻ്റെ കാര്യം പറയുമ്പോൾ ലാലേട്ടൻ ഇറങ്ങുന്ന സമയത്ത് ശ്രീരേഖയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റൊക്കെ ആയിട്ട് മൈൻഡ് ഗെയിം വൃത്തിയായിട്ട് കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചു. എന്തായിരുന്നു അതിനുള്ളൊരു മറുപടി? നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റായിട്ടോ അല്ലെങ്കിൽ വേറൊന്നും ആയിട്ടല്ല ചെല്ലുന്നത്, ഒരു ആർട്ടിസ്റ്റായിട്ടോ ഒന്നല്ല, ശരിക്കും ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. അവിടെ എന്തായിരിക്കും ഏതായിരിക്കും എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ചെല്ലുന്നത്. ഇത്തവണ അക്ഷരാർത്ഥത്തിൽ അൺപ്രഡിക്റ്റബിൾ തന്നെ ആയിരുന്നു. മുൻപ് ഇപ്പോൾ എത്ര പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവിടെ ചെന്നത് വേറൊരു ലോകത്തിലേക്കാണ്. പ്രത്യേകിച്ച് ഈ 4 മുറി കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരുടെയും കാറ്റുപോയി, സത്യം പറയാമല്ലോ. പിന്നെ ഒരു ബ്ലാങ്ക് ആയിരുന്നു, എന്തിനെ ചെയ്യണം, എന്ത് ചെയ്യണം. പിന്നെ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഓരോ ഗെയിമായിട്ടാണ്, സ്ട്രാറ്റജീസ് ആയിട്ടാണ് ഓരോരുത്തരും മുമ്പോട്ട് പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പവർ റൂമിലേക്ക് എത്തി. പവർ റൂം എന്താണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നിന്നവർക്ക് പോലും അറിയില്ല, എനിക്കും അറിയില്ല എന്താണ് പവർ റൂം. നന്നായിട്ട് ഉപയോഗിച്ചാലും അത് പ്രശ്നമാണ്, മോശമായിട്ട് ഉപയോഗിച്ചാലും രണ്ടായാലും നമ്മൾ എയറിലാണ് എന്ന് പറയുന്നത് പോലെ. പിന്നെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുക. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങൾ വന്നാൽ അത് ശരിയല്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക. ഞാനിത് മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പവർ റൂമിലാണെങ്കിലും ഓരോ തവണയും പവർ റൂമിൽ നിന്ന് മാറാൻ ശ്രമിക്കും, എന്നെ പിന്നെയും പിടിച്ച് പവർ റൂമിലിടും. ഇന്നാ ചേച്ചി അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് തന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. എന്നെ ആരും പവർ റൂമിലിടരുത്, ഞാനൊന്ന് പോയി ഗെയിം കളിച്ചോട്ടെ എന്ന് പറഞ്ഞാലും കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളൊരു ഗെയിമിൻ്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ആ സിറ്റുവേഷനോ ആ ഗെയിമോ എന്താണെന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് പ്രതികരിക്കുന്നു, എങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഗെയിം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ലാൽ സാറ് ചോദിച്ചു, സൈക്കോളജിസ്റ്റ് ആയിരുന്നിട്ട് നിങ്ങൾക്കത് വെച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അയ്യോ, അത് മനസ്സിലാക്കാനുള്ളതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരായി പോയേനെ. സൈക്കോളജി പഠിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നിരിക്കാൻ നമ്മൾ അതനുസരിച്ച് അനലൈസ് ചെയ്യാനാണെങ്കിൽ ദൈവമേ ഇത് ഫുള്ള് സ്ട്രാറ്റജി ആണല്ലോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ വരും. അവിടെ ട്രസ്റ്റ് ഇഷ്യൂവിന് സ്ഥാനമില്ല. ട്രസ്റ്റുകൾക്ക് അവിടെ ട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ട്രസ്റ്റും വേണ്ട, ട്രസ്റ്റ് ഇഷ്യൂവും വേണ്ട. എല്ലാവരും ഗെയിമേഴ്സാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ഗെയിം കളിക്കുകയാണ്. ഗെയിമിന് പല പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കും. നമുക്ക് സ്ട്രാറ്റജീസ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ സ്വീകരിച്ചത് അതവരുടെ ഗെയിമാണ്, ലെറ്റ് ദം പ്ലേ. ഇത് എൻ്റെ ഒരു സ്ട്രാറ്റജി. അവരങ്ങനെ പ്ലേ ചെയ്താൽ ഞാൻ ഏത് രീതിയിലൂടെ പോകണം എന്ന് ചിന്തിക്കാൻ, അത് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഉത്തരം. അതായിരുന്നു ലാൽ സാർ, ഞാൻ അവിടെ വന്ന് സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായി പറഞ്ഞതാണ്. പക്ഷെ ഒടുവിൽ അമ്മയ്ക്ക് കത്തെഴുതുന്ന സമയത്ത് ഒരു കുഞ്ഞ് വേണമെന്നുള്ളൊരു അമ്മയുടെ ആവശ്യം വളരെ സെൻറ്റിമെൻ്റലായിട്ട് കത്തിനകത്ത് എഴുതിയിരുന്നു. അതായിരിക്കും ഞാൻ അവിടെ സത്യത്തിൽ എല്ലാവരെയും കുറിച്ചും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അഭിഷേക് അമ്മയ്ക്ക് ലെറ്റർ എഴുതുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് നമുക്ക് ലെറ്റർ എഴുതാൻ കിട്ടുന്ന സമയത്ത് ഇവരെല്ലാവരും പലയിടത്തായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് കാണാം ഇവരെല്ലാവരും ഇരുന്ന് എന്താ ചിന്തിക്കുന്നത്. ചിലർ തല ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം, എന്തെഴുതണം ഏതെഴുതണം. ചിലർ ഭയങ്കര സ്ട്രാറ്റജിക്കലി ആലോചിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കുഞ്ഞിനെ, അത് നമ്മുടെ ലൈഫിലെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ, അത് സാക്ഷാത്കരിക്കട്ടെ. അല്ല, അതെന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസിനകത്ത് പോയി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കത്തിൽ അത്തരം ഒരു എലമെന്റ് വരാൻ കാരണം എന്തായിരിക്കും? അത് എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതാണ്. സിൻസിയറായിട്ട് എഴുതിയതാണ്. കാരണം ബാക്കിയുള്ളവരുടെയൊക്കെ കത്ത് കേട്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് ആ ഒരു എലമെൻറ്റ് ഞാൻ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതല്ല,
ഓട്ടോമാറ്റിക്കലി എഴുതിയപ്പോൾ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അമ്മയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ 2, ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റാണ് നമുക്ക് അങ്ങനെ ഒരു ഫാമിലി, അങ്ങനെ ഒരു കുഞ്ഞ്, അതൊക്കെ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എലമെൻ്റ് എഴുതിയത്. അല്ലാണ്ട് വേറൊന്നും അത് സെൻറ്റിമെൻറ്റ്സ് ആകും എന്ന് വിചാരിച്ച് എഴുതിയതല്ല. എൻ്റെ അമ്മയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയൊരു കത്താണ് ഞാൻ. ഒരിക്കലും എഴുതിയിട്ടില്ല. അവിടെയുള്ള ആരും മിക്കവാറും എഴുതാനുള്ള ചാൻസും ഇല്ല. നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ കത്തെഴുതുന്ന കാലമല്ലല്ലോ ഇപ്പോൾ. ഒന്ന് ഫോൺ വിളിച്ചാൽ അടുത്തുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയപ്പോൾ സത്യത്തിൽ വെപ്രാളമായിരുന്നു, വെകിളിയായിരുന്നു. എന്തെഴുതണം എന്നുള്ളതൊരു അഭിപ്രായം, അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട 2 കാര്യങ്ങൾ, അതിൻ്റെ വാല്യൂ എനിക്ക് അവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമുക്ക് വീട് വിട്ട് വരുമ്പോഴല്ലേ നമ്മുടെ വീട്ടിലുള്ളത് മിസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാവണേ. അങ്ങനെ എഴുതിയതാണ്. ഈ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ചോദിച്ചാൽ, ശ്രീരേഖ എന്തിനാണ് താക്കോൽ ഒളിപ്പിച്ചത്? അതാണല്ലോ അതിൻ്റെ ഒരു മീറ്റർ. അയ്യോ, കറക്റ്റാണ് പറഞ്ഞ വോയിസ് ഒക്കെ കറക്റ്റ് ആട്ടോ, അടിപൊളി. താങ്ക് യു. ഞാൻ താക്കോൽ ഒളിപ്പിച്ചതല്ല. സത്യം പറഞ്ഞാൽ അന്നൊരു ഗെയിം ഉണ്ടായിരുന്നു, ഒരു സ്കൂൾ കുട്ടിയുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഈ ഗെയിം കൺഫെഷൻ റൂമിൽ വെച്ച് ആ ഗെയിം വായിപ്പിച്ചത് എന്നെ കൊണ്ടാണ്. അപ്പം ഞാൻ ഗെയിം വായിച്ച്, ശ്രീരേഖ ഇങ്ങനെയാണ്, നിങ്ങൾ ഗെയിം വായിക്കൂ എന്ന് പറഞ്ഞിട്ട് ലെറ്റർ തന്നു. ഞാൻ ആ ഗെയിം ആദ്യം അവിടെ ഇരുന്ന് വായിച്ച് കേൾപ്പിച്ചു. പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി റെഡിയായി വരിക, നിങ്ങൾക്കുള്ള ഡ്രസ്സുകൾ അവിടെ എത്തും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും സ്റ്റോർ റൂമിൽ ഡ്രസ്സൊക്കെ വന്നു. ഞാൻ ഡ്രസ്സ് ഇടാനായിട്ട് എൻ്റെ റിബണോ സ്ലൈഡോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്യൂട്ട് കേസ് തുറന്ന് വെച്ച് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ്, ആരാണെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല, ആരും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് താക്കോല് തന്നു. അപ്പം ഞാൻ അത് എവിടെ വെച്ചു എന്ന് പോലും ഓർക്കുന്നില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ ആരോട്, ജാൻമണിയോടെ ആയിരിക്കണം, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ താക്കോലിട്ടതും ഒക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്ത്, കാരണം നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു, ഇത്ര നിമിഷത്തിനുള്ളിൽ റെഡി ആവണം, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, നിങ്ങൾ അതിനുള്ളിൽ റെഡി ആവണം, നിങ്ങൾക്ക് ടൈം പോകുന്നു, ഇത്രയും പെട്ടെന്ന് റെഡി ആവേണ്ടതാണ്, ടാസ്ക് തുടങ്ങാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സമയമില്ല. ആ വെപ്രാളത്തിനിടയിൽ പോയി മേക്കപ്പ് ചെയ്തു. നമ്മൾ പെട്ടെന്ന് ആ ടാസ്ക്, ഒരു ഓട്ടവും ചാട്ടവും ഒക്കെ ടാസ്ക്കായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇത് വെച്ചതോ ഈ താക്കോൽ എൻ്റെ കയ്യിൽ തന്നതോ ഞാൻ മറന്നുപോയി. നോർമലി ഞാൻ താക്കോൽ സൂക്ഷിക്കുന്നത് എൻ്റെ മൈക്കിൻ്റെ പൗച്ചിലാണ്. അതാവുമ്പോഴത്തേക്ക് എപ്പോഴും എടുക്കാനും ഇതുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് മറക്കില്ല. ഈ സാധനം പൗച്ചിൽ സൂക്ഷിക്കുന്ന ഞാൻ അന്ന് പെട്ടിയിലിട്ടപ്പോൾ എൻ്റെ മൈൻഡിൽ അത് നിന്നില്ല. ടാസ്ക് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും യമൻ ചേച്ചി പറയുന്നുണ്ട്, എന്തോ എടുക്കാനായിട്ട് താക്കോല് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ താക്കോല് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ തന്നതായിട്ട് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു, താക്കോൽ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല, ഉണ്ടെങ്കിൽ എൻ്റെ മൈക്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മൈക്ക് നോക്കി. അപ്പോൾ മൈക്കിലില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കയ്യിൽ താക്കോലില്ല, ഞാൻ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല, ചേച്ചി എന്നെ നോക്കുന്നതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ കയ്യിൽ താക്കോലുണ്ടായിരുന്നു. യമന ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, യമന ചേച്ചി ആക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് യമന ചേച്ചിയുടെ കയ്യിൽ താക്കോലുണ്ടായിരുന്നു, താക്കോലും കൊണ്ടാണ് ചേച്ചി പോയി വന്ന് മേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞു. സോ അവിടെ എൻ്റെ മനസ്സിൽ പോകുന്നില്ല, ഞാൻ താക്കോല് വെച്ചു. അപ്പോൾ യമന ചേച്ചിയുടെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ എന്നിട്ട് യമന ചേച്ചി നമുക്ക് തപ്പാം, അല്ലെങ്കിൽ അത് വലിയ വിഷയമാവുമെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ പോയിട്ടാണ് യമന ചേച്ചിയുടെ കൂടെ തപ്പുന്നത്. അപ്പോഴും എൻ്റെ ഈ മനസ്സിൽ പോണില്ല എൻ്റെ പെട്ടിയിലുണ്ടെന്നും, അതൊക്കെ മൈൻഡിൽ നിന്ന് പോയി. ഞാൻ ഫുൾ ഗെയിമിലായിരുന്നു. അപ്പം ഞാൻ മറന്നേ പോയി. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമുക്ക് വിഷമിക്കണ്ട, താക്കോല് കിട്ടും. അപ്പം ഞാൻ എല്ലാ ക്യാമറകളുടെ അടുത്തും ചെന്ന് പറയേണ്ട, ബിഗ് ബോസ് താക്കോല് പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങളോടൊന്ന് പറഞ്ഞു തരുമോ, ഗൈഡ് ചെയ്യുമോ, എവിടെയാണ് താക്കോൽ, ആരുടെ കയ്യിലായിരുന്നു താക്കോലെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. പക്ഷേ ഒരു അറിയിപ്പുണ്ടായില്ല. സാധാരണ നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കിട്ടുന്നതാണ്, ഒന്നും ഉണ്ടായില്ല. വീട് മുഴുവൻ തപ്പി, ഞാനും പോയി തപ്പി. അവസാനം എനിക്ക് തോന്നി, ഇനി അറിയാതെങ്ങാനും വല്ലയിടത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ. പക്ഷെ ഞാൻ വെച്ചിട്ട് ഞാൻ തപ്പിയെടുക്കുന്നത് ശരിയല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് എല്ലാവരും നമ്മുടെ സാധനങ്ങൾ പരിശോധിക്കുക, ഇനി ഇൻ കേസ് അയലത്തുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. ആരും വന്നില്ല. അപ്പം ഞാൻ തന്നെ വന്ന് എൻ്റെ പെട്ടി തുറന്നു. അപ്പോഴും എനിക്ക് പെട്ടിയിലുണ്ടെന്ന് ചിന്തിച്ചിട്ടല്ല, ഞാൻ തുറന്നതും പെട്ടിക്കകത്ത് താക്കോലിരിക്കണം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യം തീർന്നു. കാരണം എനിക്ക് അൾഷിമേഴ്സാണ്. ഞാനങ്ങോട്ട് ഉറപ്പിച്ചു. മറ്റേ തന്മാത്ര പടത്തിലെ കണ്ട പോലെ പോയി, കംപ്ലീറ്റ് പോയി. തിരിച്ച് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചറിയില്ല, വീട്ടുകാരെ തിരിച്ചറിയില്ല. അപ്പം ഞാൻ ആ ലെവലിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. താക്കോല് പോയി. ഞാൻ ഇത്രയും നേരമായിട്ട് 2.5 മണിക്കൂറായിട്ട് താക്കോല് തപ്പി. അവസാനം പെട്ടിക്കകത്ത് താക്കോല് തന്നിട്ട് ഇത് ആരെൻ്റെ കയ്യിൽ തന്നു, ഞാൻ എപ്പോൾ വെച്ചൊന്നും എൻ്റെ ഓർമ്മയില്ല. ഞാൻ അപ്പോൾ ഉറപ്പിച്ച് തീർന്ന് അമ്മണീഷ്യ, അല്ലെങ്കിൽ എൻ്റെ കാര്യം തീർന്ന് കട്ടപ്പോകാം. പക്ഷേ ആ ഒരു സമയത്തിൽ അതൊരു വെറും ഒരു മറവി തന്നെയായിരുന്നു. പക്ഷേ അവിടെ വേറൊരു രീതിയിലാണ് അത് വന്നത്, ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ അതെനിക്ക് കുറേ കൂടി ഹാർട്ടായി. എന്തെങ്കിലും ഒരു കാരണവശാൽ ഇപ്പം എൻ്റെ പെട്ടിയിൽ നിന്ന് അത് കിട്ടി, എനിക്ക് ചിലപ്പോൾ ഓർമ്മയില്ലാണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ
അത് അവരുടെ ജെന്യൂനിറ്റിയെ സംശയിക്കുന്ന ഒരു കാര്യമായി മാറിയണേ. അപ്പോഴും കുറ്റം എൻ്റെ ഭാഗത്താണ്. എൻ്റെ മറവി കാരണം ഇത് പോയല്ലോ എന്ന് വെച്ചാണ് ഞാൻ താക്കോൽ തപ്പി. അതായത് താക്കോൽ മനഃപൂർവ്വം വെച്ചല്ല, ഞാൻ വിട്ടേ പോയി. കാരണം അത്രയ്ക്കുള്ള ടൈം പിന്നീട് കിട്ടിയുള്ളൂ. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണേന് താക്കോൽ എന്നാന്ന് പറഞ്ഞിട്ട് താക്കോൽ തരുന്നു, ഞാൻ ഇവിടെ ഇടുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ അടച്ചു വെച്ച് പോയി, വിട്ടുപോയി. അതാണ് സംഭവിച്ചത്. അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ സമരമൊക്കെ വന്നു. പൊട്ടിക്കരഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് അമ്നീഷ്യായി. ഞാൻ എങ്ങനെ വീട്ടിൽ ചെല്ലും? ഞാൻ വീട്ടിലെങ്ങനെ ചെല്ലും? അമ്നീഷ്യായി പോയില്ലേ? ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ? തന്മാത്ര സിനിമയൊക്കെ ആയിരുന്നു മനസ്സിൽ കൂടെ പൊക്കോണ്ടിരുന്നത്. തീർന്നു. അതിനാണ് ഞാൻ കരഞ്ഞത്. ഞാൻ ഡൗൺ ആയിപ്പോയി. ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പാണ്. ബിഗ് ബോസിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ ഘട്ടം വരെ ചർച്ച ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഗബ്രി പുറത്തു പോയതിന് ശേഷവും ഡിസ്കസ് ചെയ്യുന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് എന്തായിരുന്നു, ജാസ്മിൻ ഗബ്രിയെ പറ്റിക്കായിരുന്നു, ഗബ്രി ജാസ്മിനെ പറ്റിക്കായിരുന്നു എന്നൊക്കെയായിരുന്നു. ഇപ്പം പറ്റിക്കുന്നത് ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പം വലിയ ധാരണ എനിക്കും ഇല്ല. സത്യത്തിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾ എന്തെങ്കിലും വായിക്കും, എനിക്ക് ഗെയിം കളിക്കണം എന്നുള്ള രീതി. കാരണം ഞാനായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടാവും, എൻ്റെ റൂമിലായിരുന്നു ഇവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും. ഞാൻ പറയുകയും ചെയ്തു ലാൽസാറിൻ്റെ അടുത്ത്, യേശുക്രിസ്തുവിൻ്റെ ഇടതും വലതും രണ്ട് കള്ളന്മാർ കിടന്ന പോലെ ഞാൻ കിടക്കുക, നേരെ ഇത് മൂടുക. കിടന്ന അപ്പം തന്നെ എന്താണെന്നറിയില്ല, നിദ്രാദേവിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ചിലപ്പോൾ കിടന്നുറങ്ങിപ്പോവും. പക്ഷേ ഇവർ തമ്മിലൊരു നല്ലൊരു ബോണ്ടിങ്, ഭയങ്കരമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും, പക്ഷേ ഞാനെന്നല്ല മറ്റൊരു കണ്ടസ്റ്റൻസിൻ്റെ കാര്യം എനിക്കറിയില്ല, കുറച്ച് പേരെങ്കിലും അത് അവരുടെ ഒരു സ്പേസിൽ കയറിയിട്ട് നമ്മളത് അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾ എന്താണ് അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ചെറിയ കുട്ടികളല്ല, അവർ ഗ്രോണപ്പ് ആൾക്കാരാണ്, ഒരു 23ക്ക് മേലെ പ്രായമുള്ള ആൾക്കാരാണ്. ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്. അവരുടെ ആഫ്റ്റർ എഫക്ട്സും അവർക്കറിയാൻ പറ്റുമായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാകുമായിരിക്കാം. നമ്മളെയോ എന്നെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഗെയിമിനെയോ നമ്മുടെ ഒരു സ്പേസിനെയോ ഒരാളുടെ ഇഷ്യൂസ് ബാധിച്ചില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് കയറി ചോദിക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് ഞാൻ അവിടെ എടുത്തത്. അപ്പോൾ പക്ഷേ അവർ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. ഗബ്രിയുടെ എലിമിനേഷന് ശേഷം ജാസ്മിൻ ഭയങ്കരമായിട്ട് കരയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ ഈ ഗബ്രി എപ്പോഴും ഒരു മാല കൊടുത്തിരുന്നു അത്ര. അപ്പം ആ മാല എപ്പോഴും കയ്യിൽ ചുരുട്ടിയിട്ടാണ് ജാസ്മിൻ നടന്നിരുന്നത്. സാബുചേട്ടൻ വന്നപ്പോൾ ആ മാല പിടിച്ച് വാങ്ങിച്ചിട്ട് സാബുചേട്ടൻ തിരിച്ച് ബിഗ് ബോസിൽ ഏൽപ്പിച്ചു. അപ്പം ജാസ്മിൻ്റെ കരച്ചിൽ കണ്ടിട്ട് ജാസ്മിൻ തന്നെ പറഞ്ഞു, ചേച്ചി എനിക്കതൊന്ന് വാങ്ങിച്ചതായോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ തന്നെ പോയി സാബുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാബുചേട്ടാ ആ മാല കൊടുക്കുക, പാവമുണ്ട്, ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ സാബുചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്, ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആസ് ഗെയിമേഴ്സ് ഇവരെന്ത് റിലേഷൻ ആയാലും, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും അതിന് മേലെ ആയാലും, ആസ് ഗെയിമേഴ്സ് രണ്ടുപേരുടെയും ഗെയിമിൽ നിന്ന് അവരൊരു തരി പോലും പുറകോട്ട് പോയിട്ടില്ല. നല്ല എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിട്ടുള്ള രണ്ട് ഗെയിമേഴ്സ് ആയിരുന്നു അവർ രണ്ടുപേരും. ജാസ്മിൻ ശരിക്കും 23 വയസ്സുകാരി മാത്രമാണ്. അതൊരു ഇത്രയും പേരോട് പിടിച്ചു നിൽക്കുക. അപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്, കുറച്ച് പേരേ ഉള്ളൂ, ഒരുപാട് പേരില്ല. ബാക്കി ഈ ഗെയിമേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ജാസ്മിൻ്റെ ഒരു പ്രായം പരിഗണിക്കുമ്പോൾ ജാസ്മിൻ ഭയങ്കര ഒരു ഫൈറ്റർ അല്ലേ. പക്ഷെ പുറത്ത് ഉണ്ടാവുന്നൊരു ഓളം എന്ന് പറയുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും റിലേഷൻഷിപ്പിനെ ഒരു മലയാളിയുടെ ഒരു സദാചാര ബോധമോ ആ ഒരു കണ്ണോടുകൂടി കാണുമ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. ജാസ്മിൻ അത് മനസ്സിലാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാണ് ജാസ്മിൻ കളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ജാസ്മിന് അതിനെ അറിയാം. കാരണം ജാസ്മിൻ പലപ്പോഴും സംസാരിക്കുമ്പോഴാണെങ്കിലും അവൾ പറയാറുണ്ട് ഇത് എന്താണ് എന്നുള്ളത്. ഞാൻ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട് വിട്ട് പോകാനേ പറ്റുള്ളൂ, ആ ഒരു ലെവലിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അവളുടെ കോൺഫിഡൻസും. അവൾക്കിപ്പോൾ 23 വയസ്സ് കഴിഞ്ഞു. പക്ഷേ സ്വന്തമായിട്ട് അവളുടെ ഫാമിലിയെ നോക്കുന്നതും ജാസ്മിൻ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ജാസ്മിനാണ് നോക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ. അപ്പം ഈ ശരിക്കും ഒരു റിസ്ക്കാണ് ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഒരു വലിയ റിസ്ക്. ഒരു ഗെയിമിന് വേണ്ടിയിട്ടാണോ എന്ന് നമ്മളെല്ലാവരും സംശയിച്ച് നോക്കുന്ന രീതിയിലുള്ള ഒരു റിസ്ക് എടുത്താണ് അവർ നിന്നിട്ടുള്ളത്. അത് അവളുടെ തീർച്ചയായിട്ടും ആ ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, എത്രയൊക്കെ വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത്. ഈവൻ ഒരു ആസ് ഗെയിമേഴ്സ് എല്ലാവരെയും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, നമ്മൾ എത്രയും അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഗെയിമിനെ ബാധിക്കണം. ഇവിടെ ആൾ എത്ര ഡൗൺ ആയിരുന്നാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് ഗെയിം വന്നു കഴിയുമ്പോഴത്തേക്കും ഗെയിമിലേക്ക് വരുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഗെയിമാണോ അല്ലെങ്കിൽ അത് റിയൽ ആണോ? റിയൽ ആയിട്ടുള്ള ഒരാൾ തളർന്നു പോവുകയാണെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കും, അല്ലെങ്കിൽ മറ്റൊന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല.
അത് റിയൽ അല്ലെങ്കിൽ മാത്രമേ ഒരാൾക്ക് ടക്കെന്ന് പറഞ്ഞ് തിരിച്ചൊരു റിയാലിറ്റിയിലേക്ക് വന്ന് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഡൗൺ ആയിപ്പോയി ഞാൻ കുറേ സമയമെടുക്കും ഞാനൊന്ന് പിക്കപ്പ് ചെയ്ത് വരാൻ. പക്ഷേ ജാസ്മിൻ ആണെങ്കിൽ ഈവൻ ഗബ്രി ഔട്ടായതിന് ശേഷമാണെങ്കിലും ഭയങ്കരമായിട്ട് ജാസ്മിൻ ബ്രേക്ക് ഡൗൺ ആയി കരയുകയൊക്കെ ചെയ്തെങ്കിലും പിറ്റേ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ജാസ്മിൻ ഭയങ്കര കൂളായിട്ട് വന്നിട്ടാണ്, ജാസ്മിൻ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടാണ് ആൻസേഴ്സ് തന്നത്. അത് ഒന്നുകിൽ അവളുടെ മനക്കരുത്താവാം, ആ മനക്കരുത്താണെന്നുണ്ടെങ്കിൽ ഷീസ് എന്താ പറയുക ബ്രില്യൻറ്റ് ഗേൾ. അതല്ല എന്നുണ്ടെങ്കിൽ ഷീസ് എ ബ്രില്യൻറ്റ് ഗെയിമർ. അതിപ്പോഴും എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് അവിടെ. ഈ ജിൻഡോയെ കുറിച്ചുള്ള ശരിക്കും സത്യസന്ധമായ അഭിപ്രായം അതെന്താണ് സത്യസന്ധമായെന്ന് ചോദിക്കാൻ പറയാൻ മടിയുണ്ടാവാതിരിക്കാൻ വേണ്ടി? ഇല്ല, ഒരിക്കലും ഇല്ല. ജിൻഡോ വന്നപ്പോൾ തൊട്ട് ജിൻഡോയും ഞാനും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ആളുകളാണ്. ജിൻഡോ എപ്പോഴും ഒരു പറയും, അല്ലെങ്കിൽ ഒരു പാട്ട് പാടും, വേഷങ്ങൾ ജന്മങ്ങൾ. ആ പാട്ട് എപ്പോഴും ജിൻഡോ പാടും. അപ്പം ജിൻഡോ ഞാൻ എപ്പോഴും വഴക്കും പറയും. ജിൻഡോയ്ക്ക് 2 തല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ജിൻഡോ നീ എന്തിനാ ഈ പാട്ടൊക്കെ പാടുന്നത്? അപ്പം അതിലൊരു വരി ജിൻഡോ ചേഞ്ച് ചെയ്തിട്ടാണ് പാടുന്നത്. പിന്നെ വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതെ ആടുകയാണ് ഈ ജീവിത വേഷം എന്നാണ് റിയൽ ആയിട്ടുള്ള സോങ്. ജിൻഡോ പാടുമ്പോൾ ഞാൻ അറിഞ്ഞിട്ട് ആടുകയാണ് ഈ ജീവിത വേഷം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നീ ഇത്ര ഇതായിട്ട് നിന്നാലും ഭയങ്കര കാഞ്ഞ ബുദ്ധിയായിട്ടോ ജിൻഡോ എന്ന് പറയും. അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന ആൾ നന്നായിട്ട് ഗെയിമിനെ കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി വന്നിട്ടുള്ള ഒരാളാണ്. ഗെയിം എന്താണെന്നറിയാം, ആ ഗെയിമിനെ എങ്ങനെ സമീപിക്കണമെന്നും അറിയാം. ജിൻഡോ എന്ന് പറയുന്ന ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഫൂളിഷായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ജിൻഡോയോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം. ജിൻഡോ എപ്പോഴും ചിരിക്കും ഞാനത് പറയുമ്പോൾ. ജിൻഡോ നോ വാട്ട് ഹീസ് ഡൂയിങ്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് ജിൻഡോ. ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ശ്രീരേഖ ചില കാര്യങ്ങൾ പറയുമ്പോൾ ജീവിതത്തെ സംബന്ധിച്ച്, ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഒരു മിതത്വം പാലിച്ചു. ചിലതൊക്കെ ഞാൻ അവിടം വരെ മതി. അതിനുശേഷം അർജുൻ ശ്രീരേഖയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെന്താ പറയാത്തത്, ബോൾഡായിട്ട് അത് പറയലല്ലേ വേണ്ടത്, എങ്ങനെയാണെങ്കിലല്ലേ പിന്നെ വരുന്നവർക്ക് കൂടെ അത് ഗുണകരമാവുള്ളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അവിടെ വെച്ച് ലൈഫ് സ്റ്റോറി പറച്ചില്ല അങ്ങനെ മതിയെന്ന് തീരുമാനിച്ചത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പറയാൻ നമുക്കുണ്ടാവുമായിരിക്കാം. ചിലപ്പം നമുക്കൊരിക്കലും ആരോടും മനസ്സ് തുറക്കണ്ട, അല്ലെങ്കിൽ അത് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ ലൈഫിലുണ്ടായിരുന്നു കാണുമായിരിക്കാം. നമ്മളത് മനസ്സ് തുറക്കുമ്പോൾ, ഞാൻ മനസ്സ് തുറക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന 18 സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് മാത്രമല്ല, ഞാൻ ഒരു ലോകത്തോടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അവർക്കൊരു പക്ഷേ എന്നെ അറിയണം എന്നില്ല, ഞാൻ കടന്നുപോയ വഴികൾ അവർക്ക് മനസ്സിലാവണം എന്നില്ല. ഞാനത് പറഞ്ഞാലും അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനും പറ്റില്ല. കാരണം നമുക്കൊരു വിഷമവും വേദനയും വന്നാൽ അതിൻ്റെ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ മാത്രമായിരിക്കാം. പുറത്തൊരാൾക്ക് അത് ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ്, അല്ലെങ്കിൽ ചില ഏടുകൾ ഞാൻ അതിലും പറഞ്ഞിരുന്നു, നമ്മൾ വലിച്ച് കീറി കത്തിച്ച് കളഞ്ഞ ചില പേജസ് ഉണ്ട്. ആ പേജസ് അങ്ങനെ ഇരിക്കുന്നതാണ്, അത് ഓപ്പൺ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ മിതത്വം പാലിച്ചത്. അർജുൻ എൻ്റെ അടുത്ത് അപ്പം തന്നെ വന്നപ്പോൾ ചോദിച്ചു, ചേച്ചി അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞെങ്കിൽ എത്രയോ പേർക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത് ആളാണ്, അപ്പം നിങ്ങൾക്ക് അത് കുറേ കൂടി മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് പറയാൻ പറ്റിയേനെന്ന്. അപ്പം ഞാൻ എന്താണ് മറുപടി അർജുൻ കൊടുത്തതെന്ന് ഓർമ്മയില്ല. ഇപ്പോഴാണ് അർജുൻ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയും. ചില സ്റ്റോറികൾ അത് അൺടോൾഡായിട്ട് അൺഫോൾഡായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. നമ്മൾക്ക് ചിലത് അർത്ഥവിരാമം ഇടാം, ചിലതിന് പൂർണ്ണ വിരാമം ഇടാം. ഞാൻ പൂർണ്ണ വിരാമം ഇട്ട് കഴിഞ്ഞ കുറച്ച് കഥകളാണ് അവിടെ എനിക്ക് വീണ്ടും പറയേണ്ടി വന്നത്. അപ്പം ഞാൻ ആ സ്റ്റേജസിലൂടെയൊക്കെ പോയപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, അവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് എല്ലാവരും ഡൗണായി പോകുന്നു. നമുക്ക് വീണ്ടും ഗെയിമിലേക്ക് വരാനുള്ളതാണ്. ആ ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നേരം വിഷമിച്ച് മാറിയിരിക്കാൻ അവിടെ ടൈം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. എൻ്റെത് ഏറ്റവും ലാസ്റ്റിന് തൊട്ട് മുമ്പായിരുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്നായിരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൂഡിലായിരുന്നു ബിഗ് ബോസ് അത് പറയണം എന്ന് അനൗൺസ് ചെയ്തത്. അപ്പോൾ എന്ത് പറയണം, ഏത് പറയണം എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഞാൻ വ്യക്തമായ ധാരണയോടുകൂടി പോയ ഒരാളല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ നാക്ക് എങ്ങനെ ചലിച്ചോ ഞാൻ അതനുസരിച്ചാണ് പറഞ്ഞത്. ചില ഘട്ടങ്ങൾ, ചില കാലഘട്ടങ്ങൾ ഞാൻ മനഃപൂർവ്വം എന്നെ തന്നെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ടാണെന്ന് കൺട്രോൾ ചെയ്തത്. അത് ശ്രീരേഖ ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും ബിഗ് ബോസിനകത്തേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് നമ്മൾ പല അണിയറ സ്റ്റോറികളും സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ളൊരു ജീവിതാനുഭവമാണ് ഒരുപക്ഷെ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം. അത് സർവൈവ് വന്നതുകൂടെയാണ് അവിടെ പറയേണ്ടത്. പക്ഷേ എങ്കിലും ആ സ്റ്റോറി സ്ട്രിക്ട്ലി പറയണമെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം ഉണ്ടാവില്ലേ?
ഇല്ല, ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ഒരിക്കൽ പോലും എൻ്റെ ലൈഫ് സ്റ്റോറി ചോദിച്ചിട്ടില്ല. അവർ ഇപ്പോൾ ഈവൻ നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോഴും അവർ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോഴും ഒന്നും ഒരിക്കൽ പോലും എൻ്റെ അടുത്തൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാഡ് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടോ, ഒന്നും ചോദിച്ചിട്ടില്ല. അവർ നമ്മളുടെ ഒരു പ്രൊഫൈല്, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ, നമ്മളുടെ ഒരു വ്യക്തിത്വം, അതൊക്കെ നോക്കിയിട്ടാണ് അവരെടുത്തത്. ബാക്കിയൊന്നും അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറയണം അല്ലെങ്കിൽ എത്ര പറയാം, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കത് നമ്മളുടെ ഒരു നമുക്കറിയാലോ നമ്മൾ എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് പറയണ്ട എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. പക്ഷേ എനിക്ക് ആ ധാരണയും ഇമ്മീഡിയറ്റ്ലി വിളിച്ചുകൊണ്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞേനേന്ന് അവിടെ പലരും ഒരുപാട് നേരം പറഞ്ഞു. അതിൽ കുറച്ച് പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ, കുറച്ച് പോർഷൻസേ കാണിച്ചിട്ടുള്ളൂ. എനിക്ക് കൂടുതലും എന്നെ സ്വാധീനിച്ച വ്യക്തികൾ, എൻ്റെ ഒരു വീഴ്ചയിൽ എന്നെ ഒപ്പം നിന്ന ആളുകൾ, അങ്ങനെ നോക്കാനാണ് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എന്നെ ഏറ്റവും കൂടുതൽ അവരാണ് എന്നെ അവർ പിടിച്ച് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അവരെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ തന്നെ ലിമിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും. ആ സർവൈവലിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ ഒരു ചെറുകഥാ രൂപത്തിൽ ശ്രീരേഖ പറയുന്നു, നന്നായി നറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിത് കേട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ജീവിച്ചൊരു ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഓരോ ദിവസങ്ങൾ എണ്ണിയായിരിക്കും നമ്മൾ ജീവിക്കുക. ഇത് മിറാക്കിൾ സംഭവിച്ചാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സ്പേസിലായിരിക്കും നമ്മൾ നിൽക്കുക. ഇത്രയും ധൈര്യമില്ലേ, ഈ ഒരു മാനസികമായ ധൈര്യം നമുക്ക് നോർമൽ രീതിയിൽ നമുക്കുണ്ടാവില്ല. ഒരു പക്ഷേ അവസ്ഥയപ്പെടുമ്പോൾ ഉണ്ടാവുമായിരിക്കും. എവിടെയാണ് ശ്രീരേഖയ്ക്ക് അത്രയും ധൈര്യം ഉണ്ടെന്ന് ശ്രീരേഖ സ്വയം മനസ്സിലാക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ദിവസം അല്ല, ഒരു ദിവസത്തിലേക്ക് എത്താനെടുക്കുന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഉണ്ട്. ഈ മണിക്കൂറൊക്കെ ഒരു യുഗം പോലെ തോന്നിയിട്ടുള്ള കാലഘട്ടങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല, ഈ സർവൈവ് ചെയ്യുന്ന ഏതൊരു സർവൈവർക്കും തോന്നുന്ന ചില പീരീഡ്സാണ് അതൊക്കെ. അപ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. അവിടുന്ന് ചിലർ ചിലപ്പോൾ താഴോട്ട് പോകും, ചിലർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് അവിടെ തന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കും. ചിലർ ഒരു മിറാക്കിളും സംഭവിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഉയരണം എന്ന് വെച്ച് ചുമ്മാ കിടന്ന് ചാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മുകളിലേക്ക് ചാടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴോ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു മിറാക്കിളാണ് എനിക്കൊരു ചെറുവിരൽ അനക്കാൻ പറ്റിയത്. എൻ്റെ ചെറുവിരൽ എനിക്ക് ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി ഐ ക്യാൻ സർവൈവ്. അതുവരെ എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നില്ല. ആ ഒരു മൊമെൻറ്റിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്കിനി സർവൈവ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ലൈഫിൽ മുൻപോട്ട് പോകാൻ പറ്റില്ല. അതിങ്ങനെ ശ്രമിക്കുമ്പോഴാണോ അതേ ശ്രമിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങളും മാസങ്ങളും ഞാൻ ശ്രമിച്ചതിന് ശേഷമാണ് എനിക്കത് പറ്റിയത്. അപ്പം ഞാൻ വിടാതെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ഒരു മൊമെൻറ്റ് എനിക്കത് പറയാൻ എനിക്ക് എൻ്റെ സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് വിളിച്ച് പറയണം, യെസ് ഞാൻ ബാക്ക്, അപ്പോൾ എനിക്കത് പറയാൻ പറ്റിയില്ല. ആ ഒരു ഐ ആം ബാക്ക് എന്ന് പറയുന്നത് എനിക്ക് സൗണ്ടേ വരുന്നുണ്ടായിരുന്നില്ല. അത് നമ്മൾ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണീര് കൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഐ ക്യാൻ സർവൈവ് എന്ന്. പിന്നെ അവിടുന്ന് പിന്നെ ഒരു ചാട്ടമായിരുന്നപ്പാ.